കഴിഞ്ഞ പാർട്ട് എന്തായത്? ഭീമിൻ്റെ അടുത്ത് വരാത്തതുകൊണ്ട് തന്നെ ഭീം അതിൻ്റെ വിഷമത്തിൽ ഇരിക്കുന്നതായിരുന്നു. ആ ഒരു വിഷമം മനസ്സിലാക്കിയിട്ട് രാത്രി ക്യൂവും ടാനും ഫാനും ചെയിനും എല്ലാം വന്നിട്ട് അവൻ്റെ ഒരു സിനിമ കാണുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. ഭീമാണെങ്കിൽ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്ത് അന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതേസമയം ക്യൂ അവൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുകയാണ്. ക്യൂ ഭീമിൻ്റെ അടുത്ത് നിന്നെ കാണാൻ വിഷമിച്ചിരിക്കുന്ന ഒരു പട്ടിക്കുട്ടീനെ പോലെയുണ്ട്. എനിക്ക് തോന്നുന്നത് പുമ്മിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്നാണ്. അവനങ്ങനെ ചുമ്മാ നിന്നെ വിളിക്കാതെ അങ്ങനെ ഇരിക്കത്തില്ലല്ലോ, എന്തെങ്കിലും റീസൺ ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവൻ വരാതിരുന്നതെന്ന് പറയാണ്. അവസാനം ഭീം നീയും അവൻ്റെ സൈഡിൽ ചെന്ന് നിൽക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ ക്യൂ ആണെങ്കിൽ അങ്ങനെയല്ല, അവൻ എന്തെങ്കിലും റീസൺ കാണുമല്ലോ, ആ റീസൺ എന്താണെന്ന് ചോദിക്കും, നീ പോയി അവൻ്റെ അടുത്ത് മിണ്ട് സംസാരിക്കണമെന്ന് പറയാണ്. അവസാനം ഭീം ഞാനെന്താ അവൻ്റെ കാല് പോയി പിടിക്കണോ, അവൻ്റെ അടുത്ത് സോറി ചോദിക്കണമെന്ന് പറയാണ്. അവസാനം ക്യൂ അല്ല, നിങ്ങളുടെ ഒരു സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കണം, അവൻ്റെ അടുത്ത് നീ സംസാരിക്കാനായിട്ട് പറയാണ്. ഈ സമയം ഇവർ രണ്ടുപേരും എന്താ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് ടാനും ചെയിനും പന്നും കൂടിയായിട്ട് അവിടെ വന്ന് നിന്നായിരുന്നു. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, അവൻ ഒരു ഡീല് വെച്ചിട്ട് നിന്നെ അവൻ്റെ വേലക്കാരനായിട്ട് ഇരുത്തിയില്ലേ, അതുപോലെ അവനിട്ട് നമുക്കൊരു പണി കൊടുക്കാമെന്ന് പറയാണ്. ഈ ടൈമിന് ഈ വേലക്കാരൻ എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ചെയിനും പന്നൊക്കെ ഇത് കേട്ടോണ്ടിരിക്കാറുണ്ടല്ലോ, അവരങ്ങനെ ഷോക്കായിട്ട് പുമ്മിൻ്റെ വേലക്കാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ഷോക്കായിട്ട് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഇവരെ സൗണ്ട് കേട്ടിട്ട് ഭീമും ക്യൂവും കൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം കൊണ്ട് ഇവർ മൂന്നുപേരും അങ്ങ് ഒളിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ക്യൂവും ടോയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ആ ഒരു സമയം അങ്ങോട്ടേക്ക് പുമ്മ് വരുന്നുണ്ട്. ക്യൂ ആണെങ്കിൽ പുമ്മിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിലാണ്. ആ സമയം ടോയ് ആണെങ്കിൽ പുമ്മിനോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ മൂന്നുപേരും സംസാരിക്കുന്ന ടൈമിന് പുമ്മിന് ഞാനും ഭീമും വഴക്കിട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യൂ അറിയാം, എനിക്ക് അതുകൊണ്ട് നിൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ടെന്ന് പറയാണ്. ഈ സമയം പുമ്മാണെങ്കിൽ എനിക്ക് പുമ്മിൻ്റെ അടുത്ത് സോറി ചോദിക്കണമെന്നുണ്ട്, എൻ്റെ ഫാമിലിയിൽ ഞാനും എൻ്റെ ഫാമിലിയും തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യൂ ഇതൊക്കെ തന്നെ എന്നോട് പറയുന്നത്, പോയി ഭീമിനോട് പറയാനായിട്ട് പറയാണ്. ഈ സമയം ടോയ് ആണെങ്കിൽ ക്യൂവിൻ്റെ അടുത്ത് എന്താ ക്യൂ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, മര്യാദയ്ക്ക് സംസാരിക്കുക, നീ ഈ ഭീമിൻ്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ ഭീമുമായിട്ട് എങ്ങനെ വീണ്ടും മിണ്ടാം എന്ന് ഇവൻ ഐഡിയ പറഞ്ഞു കൊടുക്കാനായിട്ട് പറയാണ്. ആ സമയം ക്യൂ ഞാനതിന് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം പുമ്മാണെങ്കിൽ ഭീം ഇപ്പോൾ എവിടെയാവുള്ളതെന്ന് ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യൂ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോയ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഇപ്പോൾ അവ ആർട്ട് ഗാലറി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞ വർഷം ആർട്ട് ഗാലറി നടത്തിയില്ലേ അതേ സ്ഥലത്ത് തന്നെയായിരുന്നു, അങ്ങോട്ടേക്ക് പൊക്കോളാനായിട്ട് പറയാണ്. അങ്ങനെ പുമ്പ് താങ്ക്സ് പറഞ്ഞിട്ട് പോവാണ്. ആക്ച്വലി ക്യൂ ആണെങ്കിൽ ഈ ദേഷ്യത്തിരുന്ന് കാണിച്ചെല്ലാം പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ടോയ് ഇങ്ങനെ സ്ഥലം പറഞ്ഞു കൊടുത്ത് ഇത്ര എളുപ്പത്തിൽ പുമ്മിനെ വിട്ടോണ്ട് തന്നെ ക്യൂ ആണെങ്കിൽ നീ എന്താ പ്ലാൻ നശിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണെന്ന് വെച്ചിട്ട് അവൻ്റെ കവിളിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ്. ആ സമയം ടോയിൻ്റെ കയ്യിൽ നിന്ന് ക്യൂവിന് കുറേ അടി കിട്ടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഭീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആർട്ട് ഗാലറിയിൽ. ആ സമയം ഒരു പെയിൻറ്റിങ് എടുത്ത് വെക്കാൻ പോകുന്ന ടൈമിന് അങ്ങോട്ടേക്ക് പുമ്മു വന്നിട്ട് അത് പിടിച്ച് അവനെ ഹെൽപ്പ് ചെയ്യാണ്. ഇങ്ങനെ പെയിൻറ്റിങ് മറങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ പുമ്മിൻ്റെ മുഖം അവന് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ക്യൂ ആയിരിക്കും എന്ന് എഴുതിയിട്ട് ഭീമാണെങ്കിൽ നീ വന്നോ, ഞാൻ വിചാരിച്ചു നീ ടോയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്, എന്തെങ്കിലും വന്നല്ലോ, വന്നെന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെ പെയിൻറ്റിങ് കൊണ്ട് ഇങ്ങനെ വയ്ക്കുകയാണ്. വച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഭീമിനത് പുമ്മെന്ന് മനസ്സിലാവുന്നത്. അതിനുശേഷം ഇവരുടെ കൂടെ പുറത്തോട്ട് മാറിയെന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ സമയം ഭീം നിനക്ക് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. പുമ്മപ്പോൾ ഭീമിൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുത്ത് അന്ന് വരാത്തത് ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ ഒരു വഴക്കുണ്ടായത് കൊണ്ടാണെന്ന് പറയാണ്. ആ സമയം ഭീം അത് ഞാൻ ഓൾറെഡി അറിഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, നീ എന്നെ വിളിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷെ നീ വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ നീ ഫോൺ എടുത്തില്ല, ഫാങ് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, നീ എൻ്റെ അടുത്ത് വരാത്തതിൽ എനിക്കൊരു ദേഷ്യ വിഷമവും, പക്ഷേ എനിക്ക് നിന്നെക്കുറിച്ചോർത്ത് ടെൻഷനായിരുന്നു, നിനക്ക് എന്നെ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു, നീ എന്നെ ഒന്ന് തിരിഞ്ഞോലും നോക്കാതെ വന്നപ്പോൾ ഞാൻ നിൻ്റെ കംഫർട്ട് സോണല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി, എല്ലാം എന്നോട് തുറന്നു പറയുന്നു, നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ, പക്ഷേ നീ ഒന്നും എന്നോട് പറയാതെ എല്ലാം മറച്ചു വെച്ചെന്നു എനിക്കത് ഒരുപാട് സങ്കടമായെന്ന് അവൻ പറയാണ്. ആരുടെ അതിന് പുമ്മ സോറി അറിയുന്നുണ്ട്. എന്നാൽ ഭീമാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അവനോട് പോകാൻ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ പുമ്മാനെ വിടാതെ പിടിച്ച് ഹഗ് ചെയ്തിട്ട് ഐ എം സോറി ഇനി ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറയുമെന്ന് പറഞ്ഞിട്ട് അവർ കിസ് ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ഭീം കോളേജിലേക്ക് ചെല്ലുന്നതാണ്. അവൻ്റെ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ഓൾറെഡി അവിടെ ക്യൂ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ആർട്ട് ഗാലറിയുടെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്യൂ ആണെങ്കിൽ നേരത്തെ തന്നെ അവനിങ്ങനെ ആൾക്കാരുടെ പോർട്രേറ്റൊക്കെ വരച്ചു കൊടുക്കുന്ന ബൂത്ത് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ ഷാഡോ ആർട്ട് അതുപോലെ എന്താണ് ചെയ്യാൻ പോകുന്നത്, അവനങ്ങനെ പറഞ്ഞ് അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയത്തില്ല. ആ സമയം ഭീമാണെങ്കിൽ എങ്കിൽ പിന്നെ ഇങ്ങനെ വാട്ടർ കളറിങ് ചെയ്യാം, അതിന് വാട്ടർ കളർ വാങ്ങണം, എൻ്റെ വാട്ടർ കളറെല്ലാം അലങ്കോലമായിട്ട് ഇരിക്കണമെന്ന് പറയാണ്. ആ സമയം എങ്കിൽ വാ നമുക്കിപ്പോൾ തന്നെ പോയി വാങ്ങാൻ പറഞ്ഞിട്ട് അവർ പോകാനായിട്ട് ഇറങ്ങുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് ടോയ് വരുന്നുണ്ട്. അങ്ങനെ ടോയും അവരുടെ കൂടെ പോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരുമിച്ച് ചെല്ലാണ്. അങ്ങനെ അവർ
കടയിലേക്ക് എത്താണ്. അങ്ങനെ അവർ കടയ്ക്കകത്ത് കയറിയപ്പോൾ അവിടെ ഓൾറെഡി ക്ലുവൻ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ക്ലുവൻ നമ്മുടെ ഭീമിനെ കണ്ടപ്പോൾ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ക്ലുവനാണെങ്കിൽ നിൻ്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ പോകുന്നു, നിനക്ക് എനിക്കൊരു ചാൻസ് തരാമോ, ഞാൻ വീട്ടിൽ നിന്ന് സെറ്റാക്കാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ തമാശ അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് തമാശയാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യൂവിനും ടോയ്ക്കും മനസ്സിലാവുന്നില്ല. ക്ലുവൻ ശരിക്കും പറയുവാണെന്നും ഭീം ശരിക്കും അതങ്ങ് സമ്മതിച്ച് കൊടുക്കുകയാണെന്നും കരുതിയിട്ട് ഇവർക്കിടയിൽ എന്തോ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ക്യൂവും ടോയും നിൽക്കുകയാണ്. അങ്ങനെ ക്ലുവൻ പോയി കഴിഞ്ഞപ്പോൾ ടോയ് ഇതൊക്കെ ക്യൂവിൻ്റെ അടുത്ത് അവരും പറഞ്ഞു കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, ക്ലൂവനും ഭീമും തമ്മിൽ എന്താ ബന്ധം, ഞാൻ ഇത് പോയി പുമ്മിനോട് പറയുന്നുണ്ട്. ആ സമയം ക്യൂ ആണെങ്കിൽ മിണ്ടായിരിക്കടാന്ന് പറഞ്ഞിട്ട് അവർ പോയി സാധനമൊക്കെ വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങിച്ച് അവർ പുറത്തിറങ്ങുന്ന ടൈമിന് ടോയ് ആണെങ്കിൽ എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യൂവിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചൊരു ഐസ്ക്രീം വാങ്ങുന്നുണ്ട്. അതിന് ശേഷം ക്യൂ ആണെങ്കിൽ എങ്കിൽ ശരി ഞാനും ഭീമും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ടോയ് ആണെങ്കിൽ ക്യൂവിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പതുക്കെ ക്യൂവിൻ്റെ ചെവിയിലെടുത്ത് നിന്നിട്ട് ഞാൻ ആ കാര്യം പുമ്മിനോട് പറയാൻ പോവാ എന്ന് പറഞ്ഞ് സ്പീഡിന് പോവാണ്. ആ ഉദ്ദേശ കാര്യം മറ്റൊന്നല്ല, നമ്മുടെ ക്ലൂവിനെയും ഭീമിനും ഒന്നിച്ച് കണ്ട കാര്യം അവർ തമ്മിൽ എന്തോ നടക്കുന്നുണ്ടെന്നൊക്കെ പറയാനാണ്. അങ്ങനെ അതിന് ശേഷം ഭീമും ക്യൂവും കൂടെ ആയിട്ട് തിരിച്ചവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ക്ലൂവിനും നീയും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീമു ഒന്നുമില്ല നമ്മുടെ ഒരു ഫ്രണ്ട്സാണെന്ന് പറയാണ്. ആ സമയം ക്യൂ ഫ്രണ്ട്സ് മാത്രമാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീമ് അവൻ എന്നെ എനിക്ക് പ്രപ്പോസ് ചെയ്തായിരുന്നു, ആ സമയത്ത് ഞാനത് റിജക്റ്റ് ചെയ്തു, നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആണെന്ന് പറയാണ്. ആ സമയം ക്യൂ അങ്ങനെയാണല്ലേ, പക്ഷേ ടോയ് ആണെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ട് ഫേക്ക് ന്യൂസൊക്കെ സ്പ്രെഡ് ചെയ്തെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ഈ സമയം ടോയിനെ കാണിക്കുമ്പം ക്യൂ പറഞ്ഞ് ശരിയായിരുന്നു. ടോയ് ആണെങ്കിൽ ഓടിപ്പാഞ്ഞ് നമ്മുടെ പുമ്മിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയം പുമ്മും മിക്കും പേരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വന്നോണ്ടേ പുമ്മിൻ്റെ അടുത്ത് ഒരു സംഭവം ഉണ്ടായി, ഒരു വലിയ സംഭവം ഉണ്ടായി, ഇന്ന് ക്ലുവനും പിമ്മിനെയും ഞാൻ ഒരുമിച്ച് കണ്ടു, അവർക്കിടയിൽ എന്തോ നടക്കുന്നുണ്ട്, നീ പെട്ടെന്ന് തന്നെ ഭീമിനെ സെറ്റാക്ക്, ഇല്ലെങ്കിൽ ക്ലുവൻ അവനെ തട്ടിക്കൊണ്ട് പോകുന്നുള്ളതിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ലയെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഭീമും ക്യൂവും കൂടെ അവരുടെ ക്ലാസ്സിൽ ഇരുന്ന് അവർ ഡ്രോയിങ് ചെയ്യുന്നതാണ്. ഈ സമയം അങ്ങോട്ടേക്ക് ടോയ് വന്നിട്ട് അവിടെ ആരെങ്കിലോ ഉണ്ടാവുമെന്ന് ഇങ്ങനെ നോക്കുകയാണ്. അതിനിപ്പോൾ ക്ലൂവിനെ മാത്രം നോക്കുകയാണെന്ന് അറിഞ്ഞൂടെ, എന്നാലും അവൻ മൊത്തം തപ്പി നോക്കുന്നുണ്ട്. തപ്പി നോക്കിയ ശേഷം പതുക്കെ ഇവരുടെ രണ്ടുപേരത്തോട്ട് വന്നിരിക്കുകയാണ്. ആ സമയം ഭീമ് നീ എന്താ നോക്കിയെന്ന് വെച്ചപ്പോൾ ടോയ് ആണെങ്കിൽ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയം ഭീമാണെങ്കിൽ ക്യൂവിൻ്റെ അടുത്ത് നീ ഇന്നിവിടെ ഇരിക്കുന്നുണ്ടോ അതോ നീ പ്രാക്ടീസിന് വേണ്ടി പോവാണെന്ന് വെച്ചപ്പോൾ ക്യൂ ആണെങ്കിൽ ആർട്ട് ഗാലറി സ്റ്റാർട്ടാകുമ്പോഴല്ലേ അതിലെ ബൂത്തിന് എനിക്ക് പാട്ടൊക്കെ പാടാനുള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് ഞാൻ പോവും, നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് വരയ്ക്കാനായിട്ട് പറയാണ്. ആ സമയം ഭീമ് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഭീമ് അവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ടോയ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പുമ്മിന് ഭീം ഇന്ന് ഡ്രോയിങ് ക്ലാസ്സിൽ ഒറ്റയ്ക്കായിരിക്കും, നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ക്ലൂവിന് മുന്നേ ഭീമിനെ സെറ്റാക്കാൻ പറഞ്ഞിട്ട് മെസ്സേജ് ചറ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഭീമാണെങ്കിൽ ടോയിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ടോയ് ഈ മെസ്സേജ് അയക്കുന്നതിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഭീമ് വിളിക്കുന്ന കേട്ടില്ല. അങ്ങനെ ഭീമ് കുറേ നേരം വിളിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ടോയ് അവനെ തിരിഞ്ഞ് നോക്കിയിട്ട് എന്താ ഭീം ഞാൻ ആർക്കും മെസ്സേജ് അയച്ചില്ല, ഞാൻ ഒന്നും ചെയ്തില്ല എന്നിങ്ങനെ പറയാണ്. ആ സമയം ഭീമ് എന്തൊക്കെയാടാ പറയുന്നത്, നീ എൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ടോ, ക്യൂ ആണെങ്കിൽ പ്രാക്ടീസിന് പോവാണ്, നീ അവൻ്റെ കൂടെ പോവാണോ അതോ എനിക്കിവിടെ നിന്ന് കമ്പനി ആരോന്ന് ചോദിക്കുകയാണ്. ആ സമയം ടോയ് ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ക്യൂവിൻ്റെ കൂടെ പോകും, ഞാനില്ലെങ്കിൽ ക്യൂവിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ക്യൂവിൻ്റെ അടുത്ത് നിന്ന് ചേർന്ന് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഭീമാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ആർട്ട് ഗാലറിയുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ്. ഓൾറെഡി തന്നെ ടോയ് ആണെങ്കിൽ പുമ്മിന് അവൻ ഒറ്റയ്ക്കാണ്, നീ വന്നോ എന്നൊക്കെ പറയും മെസ്സേജ് അയച്ചല്ലോ, അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പുമ്മ ഇപ്പോൾ ഭീമിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. അങ്ങനെ ഭീമാണെങ്കിൽ എന്തായിരുന്നു വെച്ചപ്പോൾ പുമ്മ് നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യല്ലേ, ഈ സമയം കൊണ്ട് നിന്നെ വന്ന് ഹെൽപ്പ് ചെയ്ത് കുറച്ച് ഫ്ലേർട്ടൊക്കെ ചെയ്ത് നിന്നെ വളയ്ക്കാമെന്ന് വിചാരിച്ച് വന്നേന്ന് പറയാണ്. ആ സമയം ഭീമ് ഞാനിവിടെ ഒറ്റയ്ക്കാണ് നിനക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചപ്പോൾ പുമ്മ് അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയാണ്. ആ സമയമാണ് ഭീമ് നേരത്തെ ടോയ് ആണെങ്കിൽ അവൻ സംസാരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ചറ പറന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം ഓർത്തത്. അപ്പോൾ അവന് മനസ്സിലായി ടോയ് തന്നെയാണ് ഇവന് മെസ്സേജ് അയച്ചത്, ടോയ് തന്നെയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തതെന്ന്. അങ്ങനെ അവനാണെങ്കിൽ ടോയ് ആണല്ലേ പറഞ്ഞു തന്നെ, അവനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയാണ്. ഈ സമയം പുമ്മാണെങ്കിൽ നീ എന്ത് ക്യൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലേർട്ട് ചെയ്ത് തുടങ്ങാണ്. ഈ സമയം ഭീമ് നീ എന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ വന്നത്, വാ ഒന്ന് ജോലി ചെയ്യുന്നു പറഞ്ഞിട്ട് പുമ്മിനെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവൻ പരമാവധി ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്, കവളിൽ കിസ് കൊടുക്കുന്നുണ്ട്, ഒരു അവസരം പോലും പുമ്മ് കളയുന്നേ ഇല്ല. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് അവൻ ഇരിക്കുന്ന ടൈമിന് ഭീം അവൻ്റെ അടുത്തേക്ക് വരാണ്. ആ സമയം പോകുമ്പോൾ ഭീമിനെ ഇങ്ങനെ ഹഗ് ചെയ്ത് പിടിച്ചിട്ട് ഞാനങ്ങ് ക്ഷീണിച്ചു പോയി, ഐ ലവ് യു എന്നുള്ള വാക്ക് എന്നോടങ്ങ് പറഞ്ഞേക്ക്, എങ്കിൽ പിന്നെ എൻ്റെ ക്ഷീണമെല്ലാം മാറുമെന്ന് പറയാണ്. ആ സമയം ഭീമ് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പറയുന്നേ, അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ഷീണമെല്ലാം മാറി ഞാനിപ്പോൾ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആവുമെന്ന് പറയാണ്. അങ്ങനെ കുറേ ഇട്ട് നിർബന്ധിപ്പിച്ചപ്പോൾ ഭീമാണെങ്കിൽ ലവ് എന്നുള്ള വാക്ക് മാത്രം പറയാണ്. ആ സമയം എന്താ പറഞ്ഞേ കേട്ടില്ല ഒന്നുകൂടെ പറഞ്ഞേന്ന് പറയാണ്. അങ്ങനെ ഭീമ ചെന്നിട്ട് ഒരു കിസ് കൊടുത്തിട്ട് ഐ ലവ്
ലവ് യു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായി നിൽക്കാണ്. ആ സമയം പൊമ്മ് നമുക്കിപ്പോഴും ഡേറ്റ് ചെയ്ത് തുടങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പിമ്മ് വേണ്ട, ഞാൻ നിന്നോട് തെസ് പറയാമെന്ന് വിചാരിച്ചതാ, പക്ഷേ നീ എന്നെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നു, അതുകൊണ്ട് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ആർട്ട് ഗാലറിയൊക്കെ സെറ്റാക്കാനായിട്ട് നമ്മുടെ ക്യൂവും ടോയും മാത്യുവും ഒക്കെ നിൽക്കുന്നതാണ്. ക്യൂവും ടോയും ഒന്നും അനങ്ങുന്ന പോലുമില്ല. അവരാണെങ്കിൽ മാത്യുവിൻ്റെ അടുത്ത് അതെടുക്ക് ഇതെടുക്ക് ഇവിടെ കൊണ്ടേ പറഞ്ഞിട്ട് അവനായിട്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയം മാത്യുവിൻ്റെ അടുത്ത് ഫായും നിൽപ്പുണ്ട്. അങ്ങനെ കുറേ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ മാത്യു ആണെങ്കിൽ ഇതെന്ത് കഷ്ടമുള്ള രീതിയിലുള്ള എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുകയാണ്. ഈ സമയം ഫായി ആണെങ്കിൽ നമ്മുടെ ക്യൂവിൻ്റെ അടുത്തും ടോയിൻ്റെ അടുത്തും അവനായിട്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാതെ എന്തിനാ അവനായിട്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ജോലി ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം ഫായി പറയുന്ന ഡയലോഗുകൾ അതേപോലെ തന്നെ മാത്യുവും അവരടുത്ത് പറയാണ്. അവളെന്ത് പറയുന്നു അതേപോലെ ഇവനും പറയും കളിക്കുകയാണ്. ഈ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് പീമ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുമ്മിന് ടോയ് ആണല്ലോ മെസ്സേജ് അയച്ച് അവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ ടോയിനെ കണ്ടതും പീമ എന്ന് ടോയിനെ വലിച്ചു പിടിച്ചിട്ട് ഇവിടെ ചെക്ക നിനക്ക് എന്തിൻ്റെ കുഴപ്പമാടാ, നീ എന്തിനാ പുമ്മിനെ മെസ്സേജ് എന്നെ അവനെ സെറ്റാക്കാൻ നോക്കുന്നത്, പന്നാണ് എപ്പോഴും സെറ്റാക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്, ഇപ്പം നീയോ പണി തുടങ്ങിയോ മര്യാദയ്ക്ക് ഇരുന്ന് വേണം എന്നിങ്ങനെ പറയാണ്. ആ സമയം ടോയാണെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് ഇരിക്കൂല, ആദ്യം പറ നിങ്ങളുടെ ഒരു സെറ്റായോ എന്ന് പറയാനായിട്ട് പറയാണ്. ആ സമയം ഭീമാണെങ്കിൽ അതിൻ്റെ പ്രിയപ്പെട്ട പുമ്മിനോട് ചോദിക്കാനായിട്ട് പറയാണ്. ഇതോട് ക്യൂ ആണെങ്കിൽ പ്രിയപ്പെട്ട പുമ്മോ, ടോയുടെ പ്രിയപ്പെട്ട ഒരേ ഒരാൾ ഞാനാണ്, അത് മാറ്റാൻ ആർക്കും പറ്റത്തില്ല, വേറെ ആരും അവൻ്റെ പ്രിയപ്പെട്ടതല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം ടോയ് ആണെങ്കിൽ ഭീമനായിട്ട് ദേഷ്യം പിടിപ്പിക്കുകയാണ്. അങ്ങനെ ടോയിനെ ഓട്ടിക്കാനായിട്ട് ഭീമ അവൻ്റെ പുറകെ വെച്ച് വിടുന്നുണ്ട്. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ട് മാത്യു അങ്ങോട്ടേക്ക് വന്ന് നിൽക്കാണ്. ഇവരുടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് മാത്യു കണ്ടായിരുന്നു. മാത്യു ക്യൂവിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഇവരൊരു കാര്യം ഇത്ര വലുതായില്ലേ, കൊച്ചുള്ളവരെ പോലെ കാണിച്ചോണ്ട് നടക്കുന്ന നോക്കെന്നും പറഞ്ഞ് അവനിങ്ങനെ നിൽക്കുകയാണ്. ആ സമയം ക്യൂ എന്താണോ നിൽക്കുക, സാധനങ്ങൾ എടുത്തുകൊണ്ട് വെക്കടാന്ന് പറയാണ്. ആ സമയം മാത്യു എന്നെ കൊണ്ട് മാത്രം ജോലി ചെയ്യിപ്പിക്കുന്ന എന്തിനാ, അതെടുത്ത് പോയി ഇതെടുത്ത്, ഈ പറയുന്ന ആൾ അനങ്ങുന്നില്ലല്ലോ, കുന്തം വൈകി ഇവിടെ നിൽപ്പുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് രണ്ടും തമ്മിൽ അങ്ങോട്ട് ഓടിച്ചിട്ട് അടിയാവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പീമും ക്യൂവും കൂടെ ആയിട്ട് അവരുടെ ഡ്രോയിങ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഡ്രോയിങ്സ് തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയം പീമ് ഫായിൻ്റെ അടുത്ത് നമ്മുടെ ഡ്രോയിങ്സ് ഒരുമിച്ച് വയ്ക്കാൻ നീയാണോ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഭീമാണെങ്കിൽ ആർട്ട് ഗാലറിയിൽ വർക്ക് വയ്ക്കുമ്പോൾ ഇതാണല്ലേ ഫീൽ ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം എൻ്റെ വർക്ക് ഇതാ ഇപ്പോൾ വന്നു, എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ ഞാൻ മറ്റു വർക്ക് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഈ സമയം അങ്ങോട്ടേക്ക് ടോയ് വരുന്നുണ്ട്. അതിന് ടോയും ക്യൂവിൻ്റെ ഡ്രോയിങ് ഒക്കെ നോക്കുകയാണ്. അതിനുശേഷം ക്യൂ ആണെങ്കിൽ ടോയിനെ അവൻ്റെ ബൂത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അതായത് നമ്മുടെ ക്യൂ നടത്തുന്നത് എല്ലാവരുടെയും ഒരു പോർട്രേറ്റ് പിക്ക് വരച്ചു കൊടുക്കുന്ന ബൂത്തായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ടോയിയുടെ പിക്ക് ടോയ് കാണാതെ വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ അപ്പം നിൻ്റെ ബൂത്തിൽ നീ ആദ്യം വരച്ചത് എൻ്റെ ഫോട്ടോ ആണല്ലേ എന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ നീ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ആളായതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ വരച്ചതെന്ന് പറഞ്ഞിട്ട് ഇവർ കിസ് ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് ഉമ്മയാണെങ്കിൽ പീമിൻ്റെ അടുത്തേക്ക് അവന് കൊടുക്കാനായിട്ടൊരു ബൊക്കെ കൊണ്ടുവരാണ്. കാരണം ആദ്യമായിട്ട് അവൻ്റെ വർക്ക് ആർട്ട് ഗാലറിയിൽ വെക്കുവാണല്ലോ. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഉമ്മയാണെങ്കിൽ പീമിൻ്റെ അടുത്ത് നിനക്ക് ഓർമ്മയുണ്ടോ, നീ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നീ എൻ്റെ വേലക്കാരനായിട്ടിരിക്കുന്ന ആ ഒരു ഡീല് നമ്മൾ എൻഡാക്കുമെന്ന് പറഞ്ഞതാണ്. ആ ഡീൽ ഇതാ ഇവിടെ എൻഡായി, അതുകൊണ്ട് ഞാൻ ഒരു പുതിയ ഡീൽ വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പീമ് എന്ന് ഡീലാന്ന് വെച്ചപ്പോൾ ഉമ്മയാണെങ്കിൽ എന്നെ ഡേറ്റ് ചെയ്യാനുള്ള ഡീല് നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പീമ് ജസ്റ്റ് അവനെ നോക്കിയ ശേഷം ചെറുതായിട്ടൊന്ന് തലയാട്ടാണ്. ആ സമയം പൊമ്മ് എനിക്ക് മനസ്സിലായില്ല, മര്യാദയ്ക്ക് പറയാനായിട്ട് പറയാണ്. ആ സമയം പീമാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ആ സമയം പൊമ്മ് ആ ഒരു ഓക്കെ ആയിട്ടിട്ട് നിനക്ക് തീരെ താല്പര്യം ഇല്ലാത്ത പോലെയാണല്ലോ തോന്നുന്നത്, മര്യാദയ്ക്ക് പറയാനായിട്ട് പറയാണ്. ആ സമയം പീമ് നിനക്ക് എന്താടാന്ന് ഇറങ്ങിയിട്ട് പതുക്കെ പൊമ്മ കൊടുത്ത ബൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മറച്ചു പിടിച്ച ശേഷം അവനെ കിസ് ചെയ്യാനായിട്ട് പീം അവൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഇതും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുകയാണ്. അടുത്ത എപ്പിസോഡൊക്കെ പെട്ടെന്ന് തന്നെ ഇടാം. ഞാൻ പല വീഡിയോസ് ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഞാൻ മൈസ് ചാനലിൽ 10th എപ്പിസോഡൊക്കെ ഇട്ടാണ്. എനിക്കറിയില്ല ഗൈസ്, എനിക്കിപ്പോൾ കുറേ ദിവസം കൊണ്ട് കോപ്പി റൈറ്റിൻ്റെ ഒരു മേള തന്നെ ഇവിടെ നടക്കുകയാണ്. എനിക്ക് കോപ്പി റൈറ്റ് കിട്ടാത്ത ഒരു ദിവസം ഇല്ലാത്ത അവസ്ഥ വരിക. ഒന്നാമത് എനിക്ക് വീഡിയോ ചെയ്യാൻ നേരം കിട്ടുന്നില്ല, അതിൻ്റെ കൂടെ ഫുള്ള് കോപ്പി റൈറ്റ് കിട്ടലാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ പെട്ടിരിക്കുകയാണ്. ആ കോപ്പി റൈറ്റൊക്കെ മാറ്റി വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്ത ഒരു സാധനം റിപ്പീറ്റായിട്ട് ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പോൾ ആർക്കായാലും മടുത്തിട്ട് ഇട്ടിട്ട് പോകാൻ തോന്നും. ഞാൻ ആ അവസ്ഥ ഇരിക്കുകയാണ്. എന്നാലും പെട്ടെന്ന് തന്നെ ഞാൻ കോപ്പി റൈറ്റൊക്കെ മാറ്റി ഇടാൻ ശ്രമിക്കാം. സോ നെക്സ്റ്റ് വീഡിയോ ഇട്ടിരുന്നത് ബൈ.